സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി ഇഫ്താർ സംഘം ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന എല്ലാം സാദിഖ് അലി തങ്ങൾ അംഗീകരിച്ചു എന്നാണോ? അതിനകത്ത് മുജാഹിദ് സംഘടന ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ ആശയങ്ങളും മുജാഹിദൊക്കെ അംഗീകരിച്ചു എന്നാണോ? മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പ് വിളിച്ചു ചേർത്ത ഇഫ്താർ സംഗമത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്താ? മുജാഹിദ് പറഞ്ഞൊക്കെ അവർ അംഗീകരിച്ചു. ഇനി മേലിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കൂല, അല്ലെങ്കിൽ മുജാഹിദിനെ വിമർശിക്കൂല, അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങൾ ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാര്യത്തെയും വിമർശിക്കൂല എന്ന് വല്ലതുമാണോ? നമ്മൾ വിമർശിക്കാം, നമുക്ക് നിരൂപണം ചെയ്യാം. ആരോഗ്യകരമായി ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു കാഴ്ചപ്പാടിനെയും നമ്മൾ നിരൂപണം ചെയ്യും, നമ്മൾ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ വളർച്ചയുടെ ഒരു മാനദണ്ഡം. പക്ഷെ നീതിപൂർവമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആയിരിക്കണമെന്നേ ഉള്ളൂ, ജനാധിപത്യ മര്യാദയോടുകൂടി ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇതാണ് ഖുർആൻ. നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഖുർആനിൽ അങ്ങനെയുണ്ട്, നബി ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് അങ്ങനെ ചെയ്യാത്തത്, ഇങ്ങനെ ചെയ്യാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. ഞാൻ പറയുന്ന ആ ചോദ്യം ചോദിക്കുന്നതിനും ഖുർആൻ ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നതിനും പ്രവാചകൻ ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംസ്കാരം പ്രവാചകന്റെ വേണ്ട, ആ പറഞ്ഞ കാര്യം മാത്രം മതി എന്ന് പറയുന്നത് എന്ത് സംസ്കാരമാണ്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഐക്യപ്പെട്ട് ഒന്നിച്ചൊറ്റക്കെട്ടായി സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മനസ്സ് വിശാലമാക്കുക. നമ്മൾ സ്വർഗം കൊടുക്കുന്നത് പടച്ചവനല്ലേ? എന്തിനാണ്? അവൻ പറയുന്നത് ശരിയാണ്, അവനും സ്വർഗം കൊടുത്ത്. നാളെ പടച്ചവൻ പരലോകത്തിൽ ചെല്ലുമ്പോൾ പറയാണ്, നീ പറഞ്ഞതും ശരിയാണ്, അതുകൊണ്ട് നിനക്കെന്താ സ്വർഗം? അവൻ പറഞ്ഞതും ശരിയാണ്, ആ നിനക്കും സ്വർഗം. നമുക്കെന്താ പ്രശ്നം? നമുക്കെന്താ കൊണ്ടുള്ള ബുദ്ധിമുട്ട്? ഇവിടെ തബ്ലീഗുകാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും മുജാഹിദനും ബഹുമാനപ്പെട്ട സമസ്തക്കാർക്കും ഒക്കെ സ്വർഗം കൊടുത്തു. നമുക്കെന്താ പ്രശ്നം? നമുക്കെന്താ പ്രശ്നം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അറിയാം നമുക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ആ പ്രശ്നമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്, വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ നമുക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.